ആരാധന അള്ളാഹുവിന് മാത്രം, ഇബാദത്ത് അള്ളാഹ്ക്ക് മാത്രം. ഇബാദത്ത് അള്ളാഹ്ക്ക് മാത്രം എന്നതിന്റെ കൂടെ വഹാബികൾ എന്ത് ചേർത്ത് കൊടുത്തു? സഹായാർത്ഥന അള്ളാഹുവോട് മാത്രം ചേർത്ത് കൊടുത്തു. സഹായാർത്ഥന അള്ളാഹുവോട് മാത്രം. അത് ശരിയാകും? നിങ്ങൾ ആലോചിച്ച് നോക്ക്. സഹായം തേടാതെ ജീവിക്കാൻ ഇവിടെ ആർക്കെങ്കിലും സാധിക്കുമോ? ആരോട് സഹായം തേടാതെ? മനുഷ്യന്മാരോട്, അതുപോലെ ജീവനില്ലാത്ത വസ്തുക്കളോട്. നമ്മൾ ഓരോ ദിവസവും എന്തൊക്കെ വസ്തുക്കളുടെ സഹായം തേടുന്നുണ്ട്? മനുഷ്യന്മാരോട് തേടുന്നുണ്ട്. നമ്മുടെ വാഹനത്തിന്റെ സഹായം തേടുന്നുണ്ട്, ഇലക്ട്രിക് ഉപകരണങ്ങളുടെ സഹായം തേടുന്നുണ്ട്. അങ്ങനെ ജീവനുള്ളതും അചേതന വസ്തുക്കളുമായ ഒരുപാട് സംഗതിയുടെ സഹായം തേടിയിട്ടല്ലേ നമ്മൾ ദിവസവും ജീവിക്കുന്നത്? അല്ലേ? ആണ്. പക്ഷെ നമ്മുടെ വിശ്വാസം എന്താണ്? എല്ലാ സഹായത്തിന്റെയും സ്രഷ്ടാവ് അള്ളാഹുവാണ്. അവനല്ലാതെ സ്രഷ്ടാവില്ല. അവനാണ് എല്ലാ സഹായത്തിന്റെയും ഉടമസ്ഥൻ. പക്ഷേ സഹായങ്ങൾ തരാൻ, ലഭിക്കാൻ അള്ളാഹു നിമിത്തങ്ങളെ സംവിധാനിച്ചിട്ടുണ്ട്. സബബുകൾ ഒരുപാടുണ്ട്. ആ സബബുകളുമായി നമ്മൾ ബന്ധപ്പെടുക എന്നത് തൗഹീദിന് വിരുദ്ധമല്ല. അവിടെ വഹാബികൾ എന്തിനാ ഇത് കൂട്ടിയതെന്നറിയോ? സഹായതേട്ടം അള്ളാഹുവോട് മാത്രം എന്തിനാ അവർ പറഞ്ഞത്? അതിന്റെ പിന്നിൽ ചില ദുരൂഹതകളുണ്ട്. കാരണം ഈ വഹാബികളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായം തേടുന്നുണ്ടല്ലോ, അല്ലേ? ഉണ്ട്. അവരവർ പരസ്പരമൊക്കെ സഹായം തേടുന്നുണ്ട്. അതൊന്നും ശിർക്കിന്റെ പരിധിയിൽ വരുന്നില്ല. പിന്നെ ഈ സഹായതേട്ടം അള്ളാഹുവോട് മാത്രം തന്നെ എവിടെ വരുന്നുള്ളൂ? നമ്മൾ മഹാന്മാരോട് ചോദിക്കുന്ന സഹായതേട്ടത്തിന്റെ അടുത്ത് എന്ത് വരുന്നുള്ളൂ? ഈ നിയമം കൊണ്ടുവരുന്നുള്ളൂ. എന്താ കാരണം അറിയോ? നമ്മൾ മഹാന്മാരോട് സഹായം തേടുന്നതിന്റെ പിന്നിൽ ഒരു മഹബത്തുണ്ട്. ഒരു മഹബത്തുണ്ട്. മഹാന്മാരോടുള്ള തേട്ടം എല്ലാവരോടും നമ്മൾ തേടൂലല്ലോ, മഹാന്മാരോടുള്ളേ തേടുള്ളൂ. അത് ഉദ്കുർ അഹബ്ബന്നാസ്. അവിടെ ഒരു മഹബത്തിന്റെ വിഷയം വരുന്നുണ്ട്. ആ മഹബത്ത് ഉണ്ടാകുമ്പോൾ അത് നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് കാരണമാണ്. മഹാന്മാരുമായുള്ള ബന്ധം അത് ആത്മീയ വളർച്ചയ്ക്ക് കാരണമാണ്. അപ്പൊ അമ്പിയാക്കൾ, ഔലിയാക്കൾ, ബദരീങ്ങൾ ഇവരെ ആളുകളായി നമ്മൾ മാറുകയാണ് ഈ സഹായം ചോദിക്കുന്നതിലൂടെ. അപ്പൊ നമുക്ക് എന്ത് പ്രതിസന്ധി ഉണ്ടായാലും മഹാന്മാരുമായി നമ്മൾ ബന്ധപ്പെടും. നിങ്ങൾ നോക്ക്, മഹ്ശറയിൽ അവിടെ തൗഹീദും ശിർക്കും തിരിയാത്ത ആളുണ്ടാവില്ലല്ലോ. അവിടെ എന്താ മുഅ്മിനീങ്ങൾ ചെയ്യുക? വലിയ പ്രതിസന്ധിയാണല്ലോ അത്. ഏറ്റവും വലിയ പ്രതിസന്ധി മഹ്ശറയിലെ പ്രതിസന്ധിയാ. അവിടെ ചെയ്യുന്നത് എന്താണ്? മുഅ്മിനീങ്ങളൊക്കെ അമ്പിയാക്കളെ സമീപിക്കുക. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇബ്നു ഹജർ തങ്ങൾ പറയാണ്, എന്തുകൊണ്ടാണ് അവിടെ അമ്പിയാക്കളെ സമീപിക്കുന്നത്? അത് ദുനിയാവിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ വന്നാൽ മഹാന്മാരെ സമീപിക്കലാണ് മുഅ്മിനീങ്ങളുടെ പതിവ്. അതുകൊണ്ടാണ് മഹ്ശറയിലും അങ്ങനെ തന്നെ ചെയ്യുന്നത്. അപ്പൊ മഹാന്മാരുമായി ബന്ധപ്പെടുക എന്നത് ഇല്ലായ്മ ചെയ്യാൻ വഹാബികൾ ഉണ്ടാക്കിയെടുത്ത ഒരു നിയമമാണ് സഹായതട്ടം അള്ളാഹുവോട് മാത്രം. അല്ലെങ്കിൽ അവർ പറയട്ടെ, ഞങ്ങൾ ഇനി ഒരാളോടും സഹായം തേടൂല. ഒരാളോട് സഹായം തേടാതൊന്ന് വഹാബി ജീവിക്കട്ടെ. നടക്കൂല. എല്ലാ ദിവസവും നൂറുകണക്കിന് ആളുകളോട് സഹായം തേടുന്നവരാണ് വഹാബികൾ. പക്ഷെ അവർക്ക് പറ്റാത്ത സഹായം ഏതേ ഉള്ളൂ? ഈ ആത്മീയ സഹായം പറ്റാണ്ടുള്ളൂ. അമ്പിയാക്കളോട്, മഹാന്മാരോട് അവരുടെ ആത്മീയ സഹായം തേടുന്നത് പറ്റൂല. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിശാചിന്റെ കുതന്ത്രം അവിടെയാണ് ഒളിഞ്ഞു കിടക്കുന്നത്.